തൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ നിന്നത് അമ്മയാണെന്ന് അർജുൻ പറയുന്നു. എല്ലാ നേട്ടങ്ങൾക്ക് പിന്നിലും അമ്മയാണ്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് അമ്മ എപ്പോഴും പറയാറുണ്ടെന്ന് അർജുൻ പറയുന്നു. നീ പരിശ്രമിച്ചു കൊണ്ടിരിക്കെ, നിനക്കൊരു കുഴപ്പവുമില്ല. ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കിട്ടും. എവിടെയാണ് പിന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് വർക്ക് ചെയ്യണമെന്ന് അമ്മ നിരന്തരം പറയുമായിരുന്നുവെന്നും അർജുൻ പറയുന്നു. എല്ലാ കാര്യങ്ങളും അങ്ങനെ വീട്ടുകാരോട് പറയുന്ന വ്യക്തിയല്ല ഞാൻ. എൻ്റെ ബുദ്ധിമുട്ടുകൾ അവരോട് പറഞ്ഞാൽ അവർ വിഷമിക്കും. അത് പാടില്ല. അവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. എനിക്കൊരു രോഗാവസ്ഥ വന്നപ്പോൾ ഞാൻ തന്നെ അതിനെ നേരിടണം എന്നായിരുന്നു തീരുമാനിച്ചത്. മറ്റുള്ളവരോട് അതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഹിരായമായ എന്നൊരു രോഗമാണ് 2018 എന്നെ ബാധിച്ചത്. മോഡലിംഗ് തുടങ്ങുന്ന ഒരു സമയമായിരുന്നു അത്. ജിമ്മിൽ വ്യായാമം ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും എടുക്കുമ്പോൾ കൈ തെന്നിപ്പോകുന്നത് പോലെ തോന്നി. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. അമ്മയുടെ നിർദ്ദേശപ്രകാരം ഓർത്തോയെ പോയി കാണുകയായിരുന്നു. പല രീതിയിലുള്ള പരിശോധന നടത്തിയതിന് ശേഷം അമൃതയിൽ വെച്ചാണ് രോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞത്. ആ പ്രായത്തിൽ MRI സ്കാനിങ് എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടായ കാര്യമായിരുന്നു. വേറെയും ടെസ്റ്റുകളൊക്കെ നടന്നു. കോട്ടയത്തും കൊച്ചിയിലേക്കുമുള്ള നിരന്തര യാത്രയായിരുന്നു. BBA എക്സാം നടക്കുന്ന സമയമാണ്. പെന്ന് പോലും പിടിക്കാൻ സാധിച്ചിരുന്നില്ല. ബട്ടൺസ് ഇടാനോ സ്വന്തമായി ഫുഡ് കഴിക്കാനോ പറ്റിയില്ല. മാനസികമായി പല രീതിയിലും തളർന്നു. എൻ്റെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ കഴിയില്ലേ എന്നതായിരുന്നു ആ സമയത്തെ എൻ്റെ ചിത്രം. ഒരിക്കലും ഈ പ്രശ്നം പൂർണ്ണമായും ഭേദമാകില്ല. കൃത്യമായ മരുന്ന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അത് സംബന്ധിച്ച റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞത്, നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, നീ ഇങ്ങനെ തന്നെ ജീവിച്ചോ എന്ന് പറഞ്ഞു. വേറൊരു ഡോക്ടർ അതായിരുന്നില്ല പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നെ വിഷമിപ്പിച്ചു. എല്ലാവരും രോഗിയായി കാണുക, കാണാൻ വരുന്നവരൊക്കെ കയ്യിൽ പൈസ വെച്ച് തരിക എന്നുള്ളതൊക്കെ മാനസികമായി തളർത്തിയിരുന്നു. ആ സമയത്തെ അതിജീവിക്കുക എന്നുള്ളതും വലിയ പാടായിരുന്നുവെന്നും അർജുൻ കൂട്ടിച്ചേർക്കുന്നു.